ആഷിഖ്, ഞാൻ വിജയുടെ ഒരു ഫാനാണ്. ഞാൻ വിജയ് സിനിമകൾ ആസ്വദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. വിജയ് സിനിമാ ജീവിതം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും വിജയുടെ സിനിമകൾ കാണുകയും അതിൻ്റെ ഒരു വൈബ്, ഞാൻ പറയുന്നത് വിജയ് സിനിമകൾ മികച്ചതാണെന്നൊന്നുമല്ല, പക്ഷെ തിയേറ്ററിൽ അങ്ങനത്തെ സിനിമകൾ കൂടി കാണാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ വിജയ് സിനിമ വിടുക എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായൊരു സങ്കടമായിരുന്നു. എല്ലാ സിനിമകളും ഒരുപോലെയാണെങ്കിലും ഒക്കെ. കാര്യം ഒരു വലിയ ക്രൗഡ് പുള്ളറാണ് വിജയ്. വിജയെപ്പോലൊരു താരാരാധന അത് എനിക്ക് തോന്നുന്നു MGRനൊക്കെ ശേഷം തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല സത്യത്തിൽ. അത് മറ്റേതെങ്കിലും ഒരു നടന് മികച്ച അഭിനേതാക്കൾ ഒരുപാട് ഉണ്ടാകുമ്പോൾ പോലും അത്ര വലിയ അഭിനയമൊന്നും ഇല്ലെങ്കിലും വലിയ രീതിയിലുള്ള ക്രൗഡ് പുള്ളർ സ്വാഭാവികമായും തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുക പറയുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സിനിമാക്കാരങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ഒരു പുതിയ സംഭവമല്ല. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ സംസ്ഥാന ജാഥ നടക്കുകയാണ്. നമുക്കറിയാം, വരുന്ന അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് വിജയ്ക്ക് തമിഴ്നാട് മൊത്തം ഒന്ന് കറങ്ങണം, ജനങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥിരം ചെയ്യുന്നതാണ്. പക്ഷേ ഇത്രയും നാളും മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയതിനേക്കാൾ കൂടുതൽ ആളും ബഹളവും വിജയുടെ ഓരോ റാലിക്കും അല്ലെങ്കിൽ വിജയ് നടത്തിയ എല്ലാ പൊതുപരിപാടിക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ളൊരു ജനപ്രവാഹം ഉണ്ടാവാറുണ്ട്. അത് തിരുച്ചിറപ്പള്ളിയിൽ നമ്മൾ കണ്ടിരുന്നു. ഈ കരൂരിലാണ് ഏറ്റവും അവസാനം ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. 41 ആളുകൾ മരണപ്പെടുന്ന ഒരു വലിയ ആൾക്കൂട്ടം, തിക്കിലും തിരക്കിലും പെട്ട് ആളുകളുണ്ട്. ഏകദേശം ഒരു 9ഓളം ആളുകൾ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഏറ്റവും ഒടുക്കം ഒരു 65കാരിയാണ് മരിച്ചത്. ഈ വിഷയത്തിൽ വിജയിനെ സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള ആളുകൾ വിജയിനെ ക്രൂശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വ്യക്തിപരമായ ഈ വിഷയത്തിലെ അഭിപ്രായം എന്ന് കൂടി എനിക്കിവിടെ സംസാരിക്കേണ്ടതുണ്ട്. കാര്യം നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു വിജയുടെ ആരാധിക എന്ന രീതിയിലല്ല പറയുന്നത്. തീർച്ചയായിട്ടും വിജയ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ആരും സംസാരിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, തിരുച്ചിറപ്പള്ളി ഉൾപ്പെടെ വിജയിന് മുൻപ് നടത്തിയ സംസ്ഥാന ജാഥകൾ, പ്രത്യേകിച്ച് എല്ലാ ശനിയാഴ്ചകളിലുമാണ് വിജയ്, ഡിസംബർ വരെയാണ് വിജയുടെ സംസ്ഥാന ജാഥ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ശനിയാഴ്ച എന്ന് പറയുമ്പോൾ സ്കൂളിന് അവധിയുള്ള ദിവസമാണ്, ആളുകൾ കൂടാൻ ഒരുപാട് സാധ്യതയുള്ള ദിവസം തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. തനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്, തനിക്ക് പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് എനിക്കും ആഷിക്കിനുമുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനും അഡ്രസ്സ് ചെയ്യാനും. നമ്മളെ കാണാൻ ആരും വരാത്തതും വിജയെ കാണാൻ ആൾ കൂടുന്നതും അടിസ്ഥാനപരമായി അയാൾ ഒരു ക്രൗഡ് പുള്ളർ ആയതുകൊണ്ടും താരാരാധന ഉള്ളത് കൊണ്ടുമാണ്. അത് സ്വാഭാവികമായും കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളിൽ നടന്നിയ സംസ്ഥാന ജാഥയുടെ ശനിയാഴ്ച പ്രകടനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും 10,000 പേർക്ക് പങ്കെടുക്കാൻ സാധ്യതയുള്ളൊരു മീറ്റിംഗ് ആണ് കരൂരിലെ TVK അംഗങ്ങൾ സർക്കാരിനോട് അനുമതി ചോദിച്ചത്. അനുമതി കൊടുക്കുന്നു. പക്ഷേ ഈ വേലുച്ചാമിപുരം എന്ന് പറയുന്ന സ്ഥലത്തും അതിൻ്റെ ഫ്ലൈ ഓവർ ഏരിയയിലുമൊക്കെ വിജയ് ഉച്ചയോടെ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷെ രാവിലെ മുതൽ തന്നെ അവിടെ അതിഭീകരമായ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ പങ്കെടുക്കുന്ന ഒരു റാലിയിൽ കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി ഇയാൾ പങ്കെടുത്ത എല്ലാ റാലിയിലും ഒരു ആകെ 5-6 മിനിറ്റ് മാത്രം സംസാരിക്കേണ്ടി വരും. കാര്യം അത് കൂടുതലാവുമ്പോഴത്തേക്ക് ആളുകൾ കൂടുകയാണ് വിജയെ കാണാൻ വേണ്ടി. അപ്പോൾ എല്ലായിടങ്ങളിൽ നിന്നും വിജയ്ക്ക് സംസാരം പോലും പൂർത്തിയാക്കാൻ സാധിക്കാതെ ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും കരൂർ പോലെ വളരെ ജനനിബിഡമായ ഒരു സ്ഥലത്ത് പരിപാടി നടത്തുമ്പോൾ ഈ രാവിലെ മുതൽ ആൾ കൂടുമ്പോൾ സ്വാഭാവികമായും പോലീസും അവിടെ ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതാണ്. ഇതൊന്നും സർക്കാർ ചെയ്തിട്ടില്ല. രാവിലെ മുതൽ ആൾ കൂടുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും 10,000-ലധികം ആളുകൾ എത്തിയിട്ടുണ്ട്. പരിപാടി അവർക്ക് സ്വാഭാവികമായും ക്യാൻസൽ ചെയ്യാമായിരുന്നു, അവരത് ചെയ്തിട്ടില്ല. വിജയ് വരുന്ന സമയത്ത് ആളുകൾ ഇത്രയും നേരം നിൽക്കുകയാണ്. അയാൾ വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് എത്തുന്നത്. അതായത് 6 മണിക്കൂറോളം ഡിലേ ഉണ്ട്. കുട്ടികൾ ഉൾപ്പെടെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ഉച്ചയോടെയും ഇത്രയും ആളുകൾ തിങ്ങിക്കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോലീസ് സംവിധാനങ്ങൾ എന്ത് നോക്കി നിൽക്കുകയായിരുന്നുള്ളതാണ്. കുട്ടികൾ വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല, അവരൊക്കെ വിജയെ കാണാൻ വേണ്ടി വന്നവരാണ്. മരിച്ചതിൽ 10ഓളം കുട്ടികളാണുള്ളത്. അപ്പോൾ ഇവിടെയും ഒക്കെ സർക്കാരിന് അല്ലെങ്കിൽ ആ പോലീസ് സിസ്റ്റത്തിന് ഇടപെടാമായിരുന്നു. അതായത് എന്തായാലും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകും എന്ന തരത്തിൽ മനസ്സിലാക്കിയിട്ട് പോലും ഒരു പ്രിക്കോഷൻ എടുക്കാൻ ആ സിസ്റ്റത്തിന് സാധിച്ചില്ല. വിജയ്ക്കും ആ ബോധം ഉണ്ടായില്ല. കയറി നിന്നു, പ്രസംഗിച്ചു, ആളുകൾക്ക് വെള്ളം എറിഞ്ഞു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ആളുകൾ ഇത് പിടിക്കാൻ, വിജയ് തരുന്ന വെള്ളമല്ലേ എന്നുള്ളൊരു ആരാധന മൂത്ത് അത് മേടിക്കാനുണ്ടാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നു. ഇതിൽ ഞാൻ പറയുന്നത്, ഇതിലൊരു 100% തെറ്റിൻ്റെ ഒരു 100% എടുത്താൽ 80% ഞാൻ ആ സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ വെക്കും. കാരണം ഇത് അവർക്ക് നിർത്താമായിരുന്നു. കുട്ടികൾ ഉൾപ്പെടെ വന്നപ്പോൾ അവർക്ക് എതിർക്കാമായിരുന്നു. അവർ എക്സ്പെക്ട് ചെയ്ത 10,000 എന്ന് പറഞ്ഞെടുത്ത് 1,00,000-ന് മുകളിൽ ആൾക്കാർ വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് കണക്കറിയില്ല. എന്നാൽ പോലും 10,000-കണക്കിന് ആളുകൾ വന്നൊരു സ്ഥലത്ത് ഇവർക്കത് നിർത്താമായിരുന്നു. അത് രാഷ്ട്രീയമായ മുതലെടുപ്പിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞാൽ പോലും
അടിസ്ഥാനപരമായി അത് സർക്കാരാൽ നിയന്ത്രിക്കപ്പെടാമായിരുന്ന ഇല്ലാതാക്കാമായിരുന്ന ഒരു ദുരന്തം വരുത്തി വെച്ചതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് ആശിക്കുന്നത് തോന്നുന്നത്? ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്ത് മാത്രമല്ല, വിജയ് ആ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ സംഘാടകർക്കും വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് എൻ്റെ നിലപാട്. കാരണം ഇവർ അനുമതി തേടുന്നത് റോഡിലാണ് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. വിജയ് വരുന്നു, വിജയ്ക്ക് റോഡ് ഷോ നിഷേധിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ റോഡിൽ തന്നെ പരിപാടിക്ക് അനുമതി തേടുന്നു. ആ അനുമതി എങ്ങനെ കൊടുത്തു എന്നത് മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ റോഡിൽ അനുമതി തേടി, അനുമതി കൊടുത്തു. ഈ അനുമതി തേടിയത് എപ്പോഴാണ്? കൃത്യമായി പറയുകയാണെങ്കിൽ 12 മണിക്കാണ് വിജയ് പരിപാടി സംഘടിപ്പിച്ചത്. 3 മണി മുതൽ 10 മണി വരെയാണ് അനുമതി പോലീസിനോട് തേടിയിട്ടുള്ളത്. എന്നാൽ ഈ TVK സംഘാടകർ എല്ലായിടത്തും പറയുന്നതും ഫ്ലക്സിലെല്ലാം വിജയ് 12 മണിക്ക് സ്ഥലത്തെത്തും എന്ന് പറഞ്ഞാണ് ഫ്ലക്സ് അടിക്കുന്നത്. ഇങ്ങനെ പോലീസിനോടൊരു അനുമതി തേടുക, ജനങ്ങളോട് മറ്റൊരു കാര്യം പറയുക, അവിടെ തന്നെ സംഘാടനത്തിൽ വന്ന വീഴ്ച എത്രമാത്രമാണെന്ന് നമുക്ക് വിലയിരുത്താം. കാരണം 12 മണിക്ക് വിജയ് വരും എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ ജനം തടിച്ചു കൂടുകയാണ്. അത്രയും ജനങ്ങൾ വരും എന്നറിഞ്ഞതുകൊണ്ട് തന്നെ സ്ഥലം, വിജയുടെ വാഹനം നിൽക്കുന്ന സ്ഥലം അത് കൃത്യമായി മനസ്സിലാക്കി അതിനടുത്ത് ആളുകൾ സ്ഥലം പിടിക്കലും, മരത്തിന്റെ മുകളിൽ വരെ ആളുകൾ കയറിയിരുന്ന് വിജയ്ക്ക് ടാറ്റ കൊടുത്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിലെല്ലാം കാണാം. അങ്ങനെ രാവിലെ മുതൽ ജനങ്ങൾ തടിച്ചു കൂടുകയാണ്. ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളായിരിക്കും കൂടുതലും ആ പ്രോഗ്രാം കാണാൻ വരുന്നത്. പക്ഷേ ഇവിടെ വിജയ് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കൂടുതലായും ആളുകൾ വരുന്നത് ആരാധകരാണ് കൂടുതൽ വരുന്നത്. അതിൽ വോട്ടില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ വരെ വിജയെ കാണാൻ വേണ്ടി വരുന്നു. കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ആളുകളാണ് ഭൂരിപക്ഷവും ഈ വിജയെ കാണാനായി സ്ഥലത്തെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി പാടില്ല എന്ന് സർക്കാർ പറഞ്ഞിരുന്നു. കുഞ്ഞുങ്ങൾ പാടില്ല, അതുപോലെ ഗർഭിണികൾ പാടില്ല എന്നെല്ലാം കൃത്യമായ മാർഗനിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ അത് ഒരിക്കലും സംഘാടകർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വിജയ് വരുമ്പോൾ വിജയെ കാണാൻ ആളുകൾ വരുന്ന സമയത്ത്, ഒരു റോഡിലൂടെ ആൾ നടന്നു വരുന്ന സമയത്ത് അവർക്ക് വരരുത് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു ഗ്രൗണ്ടിൽ ഒരു ക്ലോസ്ഡ് അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലൊക്കെ പരിപാടി നടത്തുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി നോക്കി കയറ്റിവിടാം, അല്ലെങ്കിൽ തടയാനുള്ള ഒരു സംവിധാനം എല്ലാം വെക്കാം. പക്ഷേ ഒരു പബ്ലിക്കായി ഒരു റോഡിൽ ഒരു പരിപാടി നടത്തുമ്പോൾ, ഒരു റോഡ് ഷോ മാതൃകയിൽ ഒരു പരിപാടി നടത്തുമ്പോൾ ഒരിക്കലും നമുക്ക് ആരൊക്കെ വരണം, എത്ര നേരം അവിടെ നിൽക്കണമെന്നൊന്നും നിർദ്ദേശിക്കാൻ പറ്റില്ല. ഇവിടെ പോലീസുകാർക്ക് സംഭവിച്ച വലിയ വീഴ്ച എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ 5 പരിപാടികളിലും വിജയ് പങ്കെടുത്തപ്പോൾ വലിയ ആളുകൾ അവിടെ തടിച്ചുകൂടി. ഇതെല്ലാം കൃത്യമായി പോലീസുകാർ അറിയുന്ന കാര്യങ്ങളാണ്, സംസ്ഥാന സർക്കാരിന് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ വെറും 500 പോലീസുകാരെ മാത്രമാണ് അവിടെ ഇട്ടിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് ഇട്ടിരുന്നുള്ളൂ. അതെ. അപ്പൊ പോലീസ് പറയുന്ന ന്യായം, ഇതിനു മുമ്പും ഇവിടെ രാഷ്ട്രീയ പരിപാടികൾ നടന്നിട്ടുണ്ട്, അതിൽ വെറും 160 പോലീസുകാർ മാത്രമാണ് അവരെ ഡ്യൂട്ടിക്കായി അസൈൻ ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും പരിപാടി ഒരു പ്രശ്നവുമില്ലാതെ ഭംഗിയായി നടന്നിട്ടുണ്ട്. പക്ഷേ വിജയ് വരികയാണ്. വിജയ് വരുമ്പോൾ കഴിഞ്ഞ 5 സ്ഥലങ്ങളിലും ഇതുപോലെ തളർന്നു വീണിട്ടുണ്ട്, ബോധക്ഷയം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് പലരും തളർന്നു വീണിട്ടുള്ള, ആരും മരിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കൃത്യമായി നടന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഇവിടെ ഇത്രയും ക്രൗഡ് വരും എന്ന് പോലീസിന് ഊഹിക്കാൻ അത്ര വലിയ ബ്രില്യൻസ് ഒന്നും വേണ്ട. ഈ സംസ്ഥാന പോലീസിന് ഇതിനോട് അനുമതി തേടുമ്പോൾ തന്നെ വിജയ് വരുന്ന പരിപാടിയാണ്, കുട്ടികൾ ഉണ്ടാവും, അപ്പോൾ അവരെല്ലാം നിയന്ത്രിക്കേണ്ടതുണ്ട്, ഇത്രയും ക്രൗഡ് വരും, അതിനെ നിയന്ത്രിക്കാൻ 10,000 പോലീസുകാർ ആവശ്യമായി വരും എന്നെല്ലാം ഇവർക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ വെറും 500, ഈ മരണപ്പെട്ടവരിൽ തന്നെ പോലീസുകാർ പോലും ഉണ്ടെന്നാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരം ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് അനുമതി നിഷേധിക്കാമായിരുന്നു. ഒരു ഗ്രൗണ്ടിലേക്ക് പരിപാടി, അതായത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് എണ്ണമിട്ട് കുറച്ച് വന്നിട്ടുള്ള വീഴ്ചകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടായിരുന്നത് ഈ ക്രമസമാധാന പരിപാലനത്തെക്കുറിച്ച് ബോധമില്ലായിരുന്നു എന്ന് പോലീസുകാർക്കും തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇങ്ങനൊരു അപകടം നടന്നോട്ടെ എന്ന രീതിയിൽ കൈയും കെട്ടി നിൽക്കുന്നൊരു സംസ്ഥാന സർക്കാരിനെയാണ് കണ്ടത്. മാത്രമല്ല, വളരെ പെട്ടെന്ന് വിജയെ കാണാൻ വന്ന ആരാധകരുടെ കൂട്ടത്തിലുള്ള പല ആളുകളും സംസാരിക്കുന്നതിനൊക്കെ അപ്പുറമായി കുറച്ച് പേർ വളരെ പ്രൊപ്പഗൻഡ പോലെ വിജയ് ഇനിയും തമിഴ് രസയിൽ ഇറങ്ങിയാൽ ചൂലുകൊണ്ടടിക്കുമെന്നൊക്കെ പറഞ്ഞ രീതിയിൽ അവിടെയും ഒരു മുതലെടുപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആഷിക്ക്, ഇനി ചില ആളുകൾ പറയുന്നത് വിജയ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറി ചെന്നൈയിലേക്ക് പോയി എന്നുള്ളതാണ്. എൻ്റെ ചോദ്യം, വിജയ് എന്ത് ചെയ്യണമായിരുന്നു പിന്നെ എന്നുള്ളതാണ്. വിജയ് അവിടെ നിൽക്കുവോളം ആളും തിരക്കും കൂട്ടവുമാകും. വിജയ് അവിടുന്ന് റെസ്ക്യൂവിനേക്ക് താഴേക്ക് ഇറങ്ങി, ബസ്സിൻ്റെ മുകളിൽ താഴേക്ക് ഇറങ്ങി ആൾക്കാരെ എടുത്തു, ഓടി, ഒരേ സമയം 10-200 ആംബുലൻസ് ഒക്കെ ഓടിച്ച് സിനിമയിലെ പോലെ ചെയ്യാൻ പറ്റില്ല.
അയാൾ ഓരോ തവണ കൂടുമ്പോഴും ഇപ്പോൾ ഈ റെസ്ക്യൂവിനാണ് ബുദ്ധിമുട്ടുണ്ടാവുക. അതിൽ ഏറ്റവും നല്ല കാര്യം പുള്ളി പെട്ടെന്ന് അവിടെ നിന്ന് പോയതാണ്. ചെന്നൈയിലേക്ക് പോയത് അയാളുടെ വീട് ചെന്നൈയിലായതുകൊണ്ടാണ് സ്വാഭാവികമായി അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ അതിലും വലിയ അടിസ്ഥാനം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതിൽ ഞാൻ പറയുന്നത് ഇതിൻ്റെ തുല്യ പങ്കാളിത്തമെങ്കിലും ഉത്തരവാദിത്തമെങ്കിലും, അതായത് ഇത്രയും സാധാരണക്കാരായ ആൾ മരിച്ചതിലെ തുല്യ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട്. വലിയ വീഴ്ചയെന്നല്ലത് പറയേണ്ടത്, ഇത് സംഭവിച്ചോട്ടെ, നമുക്ക് കയ്യും കെട്ടിയിരിക്കാം, എന്നതിന് ശേഷം ഗോളടിക്കാൻ നമുക്ക് ഇറങ്ങാം എന്ന രീതിയിലാണ് ഞാൻ കണ്ടത്. മാത്രമല്ല വിജയ് ഇപ്പോൾ കരൂരിലേക്ക് പോകാൻ അനുമതി ചോദിച്ചിട്ട് അനുമതി കൊടുത്തിട്ടില്ല. കൊടുക്കാത്ത മാത്രമല്ല ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലേ, 20 ലക്ഷം വെച്ചിട്ട് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ 10 ലക്ഷം, എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടി എല്ലാം കൂടി 1 കോടി രൂപ അടുത്തെങ്ങാണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് മരണപ്പെട്ട ആളുകളുടെ കൂടെ, അതൊന്നും ഒരു ആളുകളെ തിരിച്ചു കിട്ടുന്നതല്ല, അതൊരു മരിച്ചവരുടെ കുടുംബത്തിന് കിട്ടിയതിൻ്റെ കണക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ആകെ ചെയ്യാൻ പറ്റുന്നത് അത് മാത്രമാണെന്നുള്ളതുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് ഈ ഒരു അപകടത്തോടു കൂടി എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, കേന്ദ്ര സർക്കാർ ഇത്തരം പരിപാടികൾക്ക് കൃത്യമായ മാനദണ്ഡം കൊണ്ടുവരണം എന്നാണ്. ഇപ്പോൾ നമ്മൾ RCB കളി ജയിച്ചപ്പോൾ ചിന്നസ്വാമിയിൽ ഉണ്ടായ ദുരന്തം നമ്മളെല്ലാവരും കണ്ടതാണ്. സമാനമായ രീതിയിലാണ് ഇവിടെയും ഉണ്ടാകുന്നത്. പുഷ്പ സിനിമ റിലീസ് ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ സമാനം. അതായത് കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ആരാധനയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇവിടെ മോഹൻലാൽ, നമുക്കറിയാം ഏറ്റവും വലിയ താരം മോഹൻലാലാണ്. മോഹൻലാൽ വന്നാൽ പോലും ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടക്കില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം ഇനി കേരളത്തിലേക്ക് വരുന്നത്, മിശിഹ കേരളത്തിലേക്ക് വരാൻ പോവുകയാണ് അടുത്ത മാസം നവംബറിൽ. കലൂരിൽ, നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൽ, അതെ, അവിടെ എറണാകുളത്ത് മിശിഹ വരികയാണ്. ഉറപ്പായും തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ തടിച്ചുകൂടാനുള്ള ഒരു അവസ്ഥ എവിടെ ഉണ്ടാവും. നമുക്കറിയാം അവിടെ എത്രമാത്രമാണ് ആളുകളെ ഉൾക്കൊള്ളാൻ. കൊച്ചി നഗരത്തിന്റെ തിരക്കെല്ലാം നമുക്കറിയാവുന്നതാണ്. സാധാരണ ദിവസങ്ങളിൽ തന്നെ ഒരു വാഹനമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 2 കിലോമീറ്റർ പോകാൻ അരമണിക്കൂർ വരെ ട്രാഫിക്കിൽ കിടക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ കൊച്ചിയിലുള്ളത്. അപ്പോൾ മെസ്സി വരുന്ന ദിവസം എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയം ആവുന്ന ഒരു അവസ്ഥയാണ്. കാരണം സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഈ വർഷം തന്നെ 2ഉം 3ഉം സ്ഥലത്ത് ഇതുപോലെ ക്രൗഡ് കൂടി ആളുകൾ തിക്കി തിരങ്ങി മരണത്തിലേക്ക് ഇടവരുത്തുന്ന ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ കേരളത്തിലേക്ക് ഇനി മെസ്സി വരുമ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ, കൃത്യമായി ആളുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് അതും കലാശിക്കും. കാരണം മെസ്സി ഒരു നോക്ക് കാണാൻ, അല്ലെങ്കിൽ മെസ്സി കളിക്കുന്ന സ്റ്റേഡിയത്തിന് പുറത്ത് നിന്ന് ആ കളിയൊന്ന് വീക്ഷിക്കാൻ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫൈനൽ മത്സരം ഒരിക്കൽ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നപ്പോൾ ആ മത്സരം സ്റ്റേഡിയത്തിനടുത്ത് പോയി പുറത്തുള്ള ബിഗ് സ്ക്രീനിൽ കാണാൻ വരെ ജനസാഗരമായിരുന്നു. ടിക്കറ്റ് ഒന്ന് കിട്ടി അകത്ത് കയറാൻ, എങ്ങനെയെങ്കിലും കയറാൻ കഴിയുമെന്ന് കരുതി ആ ഫൈനൽ മാച്ച്, അതും നമ്മുടെ കേരളത്തിന്റെ സ്വന്തം പ്ലെയേഴ്സ്, കേരള ബ്ലാസ്റ്റേഴ്സ്, കേരളത്തിന്റെ സ്വന്തം ടീം കളിക്കുന്ന കളി കാണാൻ വരെ ഇത്രയും ആളുകൾ. ഇത് അർജന്റീന ടീം വരെയാണ്. അതിൽ ഓരോരുത്തർക്കും കേരളത്തിലെ ആരാധകരുണ്ട്. കേരളം എന്ന് പറയുമ്പോൾ കാൽപന്ത് കളിയെ നെഞ്ചിലേറ്റുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ മുഴുവനുള്ളത്. മലബാർ എന്നൊക്കെ ഒരു കുത്തൊഴുക്കായിരിക്കും ജനങ്ങളുടെ. അപ്പോൾ അത്രയും ജനം വരുമ്പോൾ ഇവിടെ സംവിധാനം ഇല്ല. ഇല്ല, അതിഭീകരമാണ്. നമ്മുടെ റോഡുകളില്ല, വാഹന ഗതാഗത സംവിധാനങ്ങൾ വളരെ, നാഷണൽ ഹൈവേയുടെ പണികൾ നടക്കുകയാണ്. തുച്ഛമാണ് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ. എല്ലാം നടപ്പിലാക്കും. അതിൻ്റെ കൂടെ ഫ്രീ ടിക്കറ്റും കൂടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ടിക്കറ്റ് ഫ്രീ ആണെങ്കിലും അല്ലെങ്കിലും എത്ര വില കൊടുത്തും വാങ്ങാൻ ആളുകളുണ്ട്. അത് സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന ആളുകളുടെ കാര്യമില്ല. ഈ പുറത്ത് നിൽക്കുന്ന ആളുകളെ എങ്ങനെ നിയന്ത്രിക്കും എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ, അതായത് നമുക്ക് ഇതൊക്കെ പറ്റുമോ എന്നൊക്കെ ആലോചിക്കുന്നതിനേക്കാൾ മുൻപ് ഞങ്ങളിത് ചെയ്തേന്ന് കാണിക്കാനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. അത് തന്നെയാണ് വിജയ്ക്ക് സംഭവിച്ചത്. അത് കേരളത്തിൽ സംഭവിക്കാതിരിക്കട്ടെ അല്ലേ. നമുക്ക് അതിനുവേണ്ടി ഇപ്പോഴേ ഇതൊക്കെ ഒരു നമുക്കുള്ളൊരു സൂചനകളായി കണ്ടുകൊണ്ട് പ്രിക്കോഷൻസ് എടുക്കാം. മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആള് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. എന്തായാലും തമിഴ്നാട് സംസ്ഥാന സർക്കാരിന് വീഴ്ച ഉണ്ടായി. അതവർ കരുതി കൂട്ടി ചെയ്തതാണോ ഇല്ലയോ എന്നൊക്കെ വരുന്ന ദിവസങ്ങൾ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാം.